ബൽറാം നെടുങ്ങാടി കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൽറാം, കെജ്രിവാൾ എങ്ങോട്ടാണ്? ബൽറാം. റീജിത്ത്, നിലവിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽ മോചനം പാർട്ടിക്ക് വലിയ ഊർജം തന്നെ നൽകിയിരിക്കുന്നു. അദ്ദേഹം ജയിലിൽ നിന്നും മാസങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തിയ ആൾക്കൂട്ടം തന്നെ ആ ആവേശത്തിന്റെ കൃത്യമായ ഒരു പ്രകടനമാണ്. അദ്ദേഹം തന്നെ കാണാനെത്തിയ പാർട്ടി പ്രവർത്തകരെയും നേതാക്കളെയും അഭിസംബോധന ചെയ്ത ശേഷം പിന്നീട് ഇന്ന് വസതിയിലേക്കായിരിക്കും പോകുക എന്നാണ് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ അദ്ദേഹം ജാമ്യം ലഭിച്ച ഘട്ടത്തിൽ പാർട്ടി ആസ്ഥാനത്തേക്ക് അദ്ദേഹം പോയിരുന്നു, പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തിരുന്നു. ഇന്നെന്നാൽ വസതിയിലേക്ക് പോയി വസതിയിൽ വെച്ച് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളുമായി അദ്ദേഹം ചർച്ചകൾ നടത്തും. നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ഒപ്പം തന്നെ ഹരിയാന തെരഞ്ഞെടുപ്പ് പ്രചരണം അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചകളായിരിക്കും ഇന്ന് നടക്കുക. തുടർന്ന് നാളെ ആയിരിക്കും അദ്ദേഹം പാർട്ടി ആസ്ഥാനത്തെത്തി അവിടെ നടക്കുന്ന ചടങ്ങിൽ പാർട്ടി പ്രവർത്തകരെയും നേതാക്കളെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കുക. അദ്ദേഹത്തിന്റെ ഭാര്യ സുനിത കെജ്രിവാൾ, മന്ത്രി അതിഷി, സഞ്ജയ് സിംഗ് MP അടക്കമുള്ള നേതാക്കളാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിനായി തിഹാർ ജയിലിന്റെ കവാടത്തിലേക്ക് എത്തിയത്. നിരവധി പാർട്ടി പ്രവർത്തകരും വലിയ ആവേശത്തോടെ തന്നെ അദ്ദേഹത്തെ വരവേൽക്കാൻ എത്തിച്ചേർന്നിരുന്നു. പ്രത്യേകിച്ചും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറെക്കാലത്തിന് ശേഷമാണ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ ഇപ്പോൾ ജയിലിന് പുറത്ത് എത്തിയിരിക്കുന്നത്, ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമായ കേസാണ് എന്നും അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള പങ്കും പാർട്ടിക്കില്ല. മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഒരു അഴിമതിയും നടന്നിട്ടില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് നേതാക്കളെ ജയിലിലടയ്ക്കാനുള്ള തന്ത്രമാണ് ഇത്, കേന്ദ്ര ഏജൻസികളുടെ ദുരുപയോഗമാണ് എന്ന പാർട്ടി ഉന്നയിക്കുന്ന വാദമുഖത്തിന് കോടതിയുടെ ജാമ്യം വിധിയോടുകൂടി താൽക്കാലികമായെങ്കിലും അത് ശരിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇത് പ്രചരണമാക്കാൻ തന്നെയാണ് ആം ആദ്മി പാർട്ടി ലക്ഷ്യം വെക്കുന്നത് ഹരിയാന തെരഞ്ഞെടുപ്പിൽ. അതേസമയം ഈ കെജ്രിവാൾ പുറത്തിറങ്ങിയ ഘട്ടത്തിൽ തുടർന്നുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ, അത് കോൺഗ്രസുമായുള്ള സഖ്യനീക്കം, സഖ്യം പരാജയപ്പെട്ടിരുന്നു ചർച്ചകൾ. അതിൽ പുനരാലോചന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്ന പ്രതീക്ഷ കോൺഗ്രസ് പങ്കുവെക്കുന്നുണ്ട്. ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളവും വലിയ ഊർജം തന്നെ നൽകുന്നതാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന നേതാവിന്റെ ജയിൽ മോചനം എന്നുള്ളത്. കാരണം നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി 21 ദിവസത്തെ ജാമ്യത്തിൽ ഇറങ്ങിയ കെജ്രിവാൾ ആയിരുന്നു BJPയെ പ്രതിരോധത്തിലാക്കുന്ന പരാമർശം നരേന്ദ്രമോദി പ്രായപരിധി ആകുന്നതോടെ അദ്ദേഹം മാറി നിൽക്കുമെന്നും പകരം ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് പ്രധാനമന്ത്രിയാക്കും എന്നതടക്കമുള്ള പരാമർശങ്ങൾ അദ്ദേഹം നടത്തുകയും അത് BJPയെ വലിയ തോതിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ പ്രതിരോധത്തിലാക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ പരാമർശങ്ങൾ കൊണ്ടുപോലും BJPയെ കടുത്ത തോതിൽ പ്രതിരോധത്തിലാക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തന്ത്രജ്ഞതയും ഏറെ പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. ഡൽഹി തെരഞ്ഞെടുപ്പിൽ 3 തവണ BJPയെ ഞെട്ടിച്ചുകൊണ്ടുള്ള വിജയമായിരുന്നു കെജ്രിവാൾ നേടിയത്, കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ആം ആദ്മി പാർട്ടി നേടിയത്. സമാനമായ രാഷ്ട്രീയ നീക്കങ്ങൾ അദ്ദേഹം പുറത്തുണ്ടെങ്കിൽ സാധ്യമാകുമെന്ന വലിയ പ്രതീക്ഷ ആം ആദ്മി പാർട്ടി പ്രവർത്തകർക്കുണ്ട്. ആ ഒരു പ്രതീക്ഷയാണ് ആഹ്ലാദ പ്രകടനമായി അദ്ദേഹം ജയിൽ മോചിതനായി ഇറങ്ങുന്ന ഘട്ടത്തിൽ തിഹാർ ജയിലിന്റെ പരിസരത്ത് കാണാനും കഴിഞ്ഞത്. പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ നേതാക്കൾ കഴിഞ്ഞ 2.5 വർഷങ്ങൾക്കിടെ നിരവധി നേതാക്കൾ, സത്യേന്ദ്ര ജെയിൻ, ഒപ്പം തന്നെ ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ, സഞ്ജയ് സിംഗ് MP, അരവിന്ദ് കെജ്രിവാൾ എന്നീ 4 നേതാക്കളാണ് ജയിലിൽ പോകുന്ന സാഹചര്യമുണ്ടായത്. ഇതിൽ സത്യേന്ദ്ര ജെയിൻ ഒഴികെ മറ്റെല്ലാവരും തന്നെ ജയിൽ മോചിതരായിരിക്കുന്നു. ഈ മറ്റെല്ലാവരും തന്നെ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിലായിരുന്നു, CBIയുടെയും EDയുടെയും കേസിലായിരുന്നു ജയിലിലാക്കപ്പെട്ടത്. ഇവർക്കെല്ലാവർക്കും തന്നെ ജാമ്യം ലഭിച്ചിരിക്കുന്നു. നിരവധി നേതാക്കൾക്കെതിരെ ഇപ്പോഴും ED അന്വേഷണം അടക്കം നടന്നു വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഈ മുതിർന്ന നേതാക്കൾ എല്ലാം തന്നെ ജയിലിന് പുറത്തെത്തിയിരിക്കുന്നത്. അത് രാഷ്ട്രീയ പ്രേരിതമായ കേസ് എന്ന ആം ആദ്മിയുടെ വാദമുഖങ്ങൾക്ക് ശക്തി നൽകുന്നതാണ് എന്ന പ്രചരണം തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ആം ആദ്മി പാർട്ടി നടത്തുക. ഇത് ലക്ഷ്യമാക്കി തന്നെയാണ് കെജ്രിവാളിന്റെ ഈ ഒരു ജാമ്യം പരമാവധി തെരഞ്ഞെടുപ്പിലും പ്രയോജനപ്പെടുത്താൻ ആം ആദ്മി പാർട്ടി ലക്ഷ്യം വെക്കുന്നത്. അതേസമയം അദ്ദേഹത്തിന് മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള തന്റെ ചുമതലകൾ, കടമകൾ നിർവഹിക്കാൻ കഴിയില്ല എന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഫയലുകളിൽ ഒപ്പുവെക്കാനോ തന്റെ ഓഫീസിൽ പോകാനോ പോലും കഴിയാത്ത സാഹചര്യമുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. മുഖ്യമന്ത്രി പദം അദ്ദേഹത്തിന്
കൈവശം വെക്കാം എന്നതിനപ്പുറത്തേക്ക് മറ്റ് കടമകൾ നിർവഹിക്കാൻ കഴിയില്ല. അത് ഭരണ പ്രതിസന്ധി നിലനിൽക്കും എന്നൊരു സാഹചര്യമുണ്ട്. എങ്കിൽ പോലും കെജ്രിവാൾ പുറത്തിറങ്ങുന്നതോടുകൂടി മറ്റ് കാര്യങ്ങളിൽ ഈ കേസിലടക്കം അക്കാര്യം ഗുണം ചെയ്യും എന്നാണ് ആം ആദ്മി പാർട്ടി കണക്കുകൂട്ടുന്നത്. കാരണം പല ഘട്ടങ്ങളിലും മാപ്പ് സാക്ഷികളെ അടക്കം ഭീഷണിപ്പെടുത്തിയും മറ്റുമാണ് മാപ്പ് സാക്ഷികളാക്കിയതെന്ന ആരോപണം ആം ആദ്മി പാർട്ടി ഉന്നയിച്ചിരുന്നു. ഘട്ടങ്ങളിൽ പോലും ഉന്നയിച്ചിരുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെ അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങുന്നതോടുകൂടി അത് തെളിയിക്കാൻ കഴിയുമെന്നും രാഷ്ട്രീയമായി ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിലും അത് നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന പ്രതീക്ഷ ആം ആദ്മി പാർട്ടിക്കുണ്ട്. ആ പ്രതീക്ഷ ഈ കെജ്രിവാൾ എങ്ങനെയായിരിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ അത് പ്രാബല്യത്തിൽ വരുത്തുക എന്നുള്ളതാണ് രാജ്യം കാത്തിരിക്കുന്നത്. ശരി, നിർഭയമായി പൊതുപ്രവർത്തനം തുടരുമെന്നാണ് അരവിന്ദ് കെജ്രിവാളിന്റെ പ്രതികരണം. മദ്യനയ കേസ് രൂപപ്പെട്ടത് മുതൽ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ജയിലിലാവുന്ന ഘട്ടത്തിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുള്ള BJPയുടെ രാഷ്ട്രീയ വേട്ട എന്നുള്ള വിമർശനം ആം ആദ്മി പാർട്ടി ഘടിപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ CBI കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുകയാണ് അരവിന്ദ് കെജ്രിവാൾ. അത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ കരുത്തു പകരുന്ന ഒന്നാണ്. ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ, അവിടെ സഖ്യ ചർച്ചകളൊക്കെ എങ്ങും എത്താതെ നിൽക്കുന്ന ഘട്ടത്തിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഇടപെടലൊക്കെ ഇനി എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യവും ശ്രദ്ധയോടുകൂടി എല്ലാവരും ഉറ്റുനോക്കുക.